ഹായ് എവരിവൺ. കോഴ്സ് ഡയറിയിൽ അറ്റൻഡൻസ് മാർക്കിങ് നമുക്കൊരു പ്രശ്നമാണല്ലേ. അതായത് ലിങ്ക്വേസിൽ നമ്മൾ അറ്റൻഡൻസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ ആ അറ്റൻഡൻസ് കോഴ്സ് ഡയറിയിൽ എൻ്റർ ചെയ്യാനായിട്ട് ഇച്ചിരി പാടാണ്. ലിങ്ക്വേസിൽ നിന്ന് നമ്മൾ പ്രിൻ്റ് എടുത്ത് ഓരോ പ്രസൻറ്റും ആബ്സെൻറ്റും നോക്കി നമ്മൾ എന്ത് ചെയ്യണം, അറ്റൻഡൻസ് മാർക്ക് ചെയ്യേണ്ടി വരുന്നു. ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഈസി വഴിയുണ്ട്. ഏത് കോഴ്സിൻ്റെയാണോ നമുക്ക് അറ്റൻഡൻസിന്റെ സബ്ജക്റ്റ് വൈസ് റിപ്പോർട്ട് വേണ്ടത്, ആ റിപ്പോർട്ട് ആദ്യം നമ്മൾ ജനറേറ്റ് ചെയ്തെടുക്കുക. ദെൻ അതിന്റെ എക്സൽ ഷീറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. സോ ഡൗൺലോഡ്സിൽ പോവുക. നമുക്ക് ആ എക്സൽ ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. ദെൻ ഇനി ഞാൻ നിങ്ങൾക്കൊരു സിമ്പിൾ ഒരു പൈത്തണിൽ ഡെവലപ്പ് ചെയ്തൊരു പ്രോഗ്രാം ആപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ ഈ ഒരു എക്സൽ ഷീറ്റ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. അപ്പം അതിനു മുമ്പായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഒരു എക്സൽ ഷീറ്റിൽ ചെയ്യാനുണ്ട്. ആദ്യം ഈ ഒരു എക്സൽ ഷീറ്റിന്റെ ആ ഡേറ്റിന് മുമ്പുള്ള എല്ലാ റോസും നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം. അതിനുശേഷം ഇത്രയും കോളംസ് മെർജ് ചെയ്യുക. സോ മെർജ് ചെയ്തതിന് ശേഷം ഈ ഒരു കോളത്തിന് റോൾ നമ്പർ എന്ന പേര് കൊടുക്കുക. സോ ഇത്രയും പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എക്സൽ ഷീറ്റ് നമ്മുടെ ആപ്ലിക്കേഷനിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് റെഡിയാണ്. ദെൻ ഇത് നമ്മൾ സേവ് ചെയ്യുന്നു. ഓക്കെ നെക്സ്റ്റ് ഇത് ഞാൻ പൈത്തണിൽ ഡെവലപ്പ് ചെയ്ത ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻ ആണ്. സോ ഈ ആപ്ലിക്കേഷൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ആ ഒരു എക്സൽ ഫയലിനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫയൽ സക്സസ്ഫുൾ ആയിട്ട് അപ്ലോഡ് ആയിട്ടുണ്ട്. ദെൻ കൺവേർട്ടഡ് ഇൻടു ആബ്സെന്റീസ് റിപ്പോർട്ടഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ്സിൽ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാകും. അത് ആബ്സെന്റീസ് ബൈ ഡേറ്റ് എന്ന് പറയുന്ന ഒരു എക്സൽ ഷീറ്റ് ആണ്. ഈ ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ അറ്റൻഡൻസ് ഡേയ്സും ആ ഒരു അറ്റൻഡൻസിൽ ആ ഒരു ഡേയ്സിൽ ആബ്സെന്റ് ആയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിൻ്റെയും റോൾ നമ്പറും കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ കോഴ്സ് ഡയറിയിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനായിട്ട് ഈസിയാണ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ കോഴ്സ് ഡയറിയിൽ ഡേറ്റും അതുപോലെ തന്നെ ആ ഒരു ആബ്സെൻറ്റീസും മാർക്ക് ചെയ്യാവുന്നതാണ്.